മറ്റൊരു കാര്യം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. കൺസൾട്ടേഷൻ പ്രൊവൈഡർ എന്നുള്ള നിലയ്ക്ക് ഒരു വെഡ്ഡിങ് ക്ലയൻറ്റ് വരുമ്പോൾ അവർക്ക് ഒരുപാട് സംശയം. അവരാദ്യമായിട്ടാണല്ലോ കല്യാണം കഴിക്കണേ. നമ്മളാണെങ്കിൽ ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 150 ആൾക്കാരുടെ കല്യാണം നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ട്. തിരിഞ്ഞു നിൽക്ക്, തെക്ക് വടക്ക് നിൽക്ക്, അല്ലേ? തെക്ക് വടക്ക്, ഇത് കിഴക്ക് പടിഞ്ഞാറ്, ഇതല്ല കിഴക്ക് പടിഞ്ഞാറ്, ഇവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാർമ്മികനായിട്ട് നമ്മൾ പരിപാടി നടത്തി കൊടുക്കുക. അപ്പൊ നമുക്കത് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് നമ്മുടെ ക്ലയന്റിന് യൂസ്ഫുൾ ആണോ? അപ്പോഴല്ല, കല്യാണത്തിന്റെ ദിവസമല്ല, അതിനു മുമ്പ് അവർക്ക് യൂസ്ഫുൾ ആണ്. കോസ്റ്റ്യൂമിനെ കുറിച്ചുള്ള കൺസൾട്ടേഷൻ നമുക്ക് കൊടുക്കണം. നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് കൊടുക്കണം. നിങ്ങളുടെ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് കൊടുക്കണം. എൻ്റെ റീൽസിലൊക്കെ നിങ്ങൾ നോക്കി അറിയാം, ഈ ഒരു കൺസൾട്ടേഷൻ, ഒരു അവയർനെസ്, ഒരു എഡ്യൂക്കേഷൻ ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അറിവ് വെച്ചിട്ടല്ലേ എനിക്ക് പറ്റുള്ളൂ. ചിലപ്പോൾ തെറ്റാവാം, എതിരഭിപ്രായം ഉണ്ടാവാം, ഞാൻ കെയർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മളത് ശ്രമിക്കുന്നുണ്ട്. അപ്പം ക്ലയൻറ്റിന് കുറച്ച് ഈ വക സംഭവങ്ങൾ അഡീഷണൽ കൊടുക്കുമ്പം അവർക്ക് നമ്മളോടൊരു അടുപ്പം വരും. അല്ലേ, നിന്റെ കല്യാണം നന്നായിട്ട് കാണണം, എൻ്റെ മോനെ എന്നുള്ള സാധനം എപ്പോഴും വരും. നിന്നെ ഒന്ന് കെട്ടിച്ച് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. ഈ ഒരു മോഡിലേക്ക് നമുക്ക് അവരെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട്, ആ സപ്പോർട്ടിങ്ങും കെയറിങ്ങും ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ക്ലയൻറ്റിനെ ആകർഷിക്കുന്ന അടുത്ത ഘടകം എന്താണ്?